ഹായ് നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിസംബർ 25, 2024 നമ്മുടെ ക്രിക്കറ്റ് അപ്ഡേറ്റാണ്. നമുക്കറിയാം, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള 4ാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് നാളെ രാവിലെ ഓസ്ട്രേലിയ മെൽബണിൽ വെച്ച് നടക്കും. വ്യാഴാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ 5 മണിക്കാണ് മത്സരം തുടങ്ങുക. അപ്പോൾ നമുക്കറിയാം, ഈ മെൽബൺ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇന്ത്യക്ക് പൊതുവെ വളരെ ഇഷ്ടമുള്ള ഒരു ഗ്രൗണ്ടാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അവിടെ പരാജയപ്പെട്ടിട്ടേ ഇല്ല. 2014 അവിടെ പര്യടനം നടത്തിയപ്പോൾ മത്സരം സമനിലയിലായിരുന്നു. 2018-ലും 2020-ലും അവിടെ പര്യടനം നടത്തിയ സമയത്ത് ഇന്ത്യ വിജയിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരുടെ കൂട്ടത്തിൽ ചേതേശ്വർ പൂജാര, അജിങ്ക്യ രഹാന, വിരാട് കോഹ്ലി എന്നിവർക്കൊക്കെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ അവിടെ സെഞ്ചുറി നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ബാറ്റിങ്ങിന് അനുകൂലമായൊരു പിച്ചായിരുന്നു അത്. പക്ഷേ ഓസ്ട്രേലിയ തുടരെ പരാജയങ്ങളൊക്കെ ഏറ്റുവാങ്ങിയപ്പോൾ, അതായത് അവർക്ക് വിജയിക്കാൻ പറ്റാതായപ്പോൾ അവരതിൽ പിച്ചിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാരണം അടുത്ത കാലത്ത് അവിടെ 400 റൺസ് എന്നൊക്കെ പറയുന്നത് വലിയൊരു സ്കോറാണ്. പൊതുവെ 2ാമത്തെയും 3ാമത്തെയും ദിവസം മാത്രമാണ് ബാറ്റിങ്ങിന് അനുകൂലമാവാറുള്ളത്. ആദ്യ ദിവസം അത് പേസ് ബൗളിങ്ങിന് അനുകൂലമായിരിക്കും, അവസാനമാകുമ്പോഴേക്കും അത് സ്പിൻ ബൗളിങ്ങിനും അനുകൂലമായിരിക്കും. അതുകൊണ്ട് തന്നെ മത്സരം ഒരു തീരുമാനം ഉണ്ടാവും. നമുക്കറിയാം, ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ എന്തൊക്കെ മാറ്റം വരുത്തും എന്നാണ് ഇന്നൊക്കെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നത്. നമുക്കറിയാം, 1ാം ക്രിക്കറ്റ് ടെസ്റ്റ് പെർത്തിലായിരുന്നു. അത് ഇന്ത്യ വിജയിച്ചെങ്കിലും നമുക്കറിയാം 2ാം ടെസ്റ്റ് ആയപ്പോൾ ഇന്ത്യ 3 മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യ ടെസ്റ്റിൽ കളിച്ച ദേവദത്ത് പടിക്കൽ, ധ്രുവ് ജുറേൽ, വാഷിങ്ടൺ സുന്ദർ എന്നിവരെ മാറ്റി. പകരം രോഹിത് ശർമ്മ, ശുഭ്മാൻ ഗിൽ, രവിചന്ദ്രൻ അശ്വിൻ എന്നിവരാണ് 2ാം ടെസ്റ്റിൽ കളിച്ചത്. പക്ഷേ 2ാം ടെസ്റ്റ് ഇന്ത്യ പരാജയപ്പെടുകയാണ് ചെയ്തത്. നമുക്കറിയാം, ആദ്യ ടെസ്റ്റിൽ യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, KL രാഹുൽ, നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരൊക്കെ ബാറ്റിങ്ങിൽ തിളങ്ങിയിരുന്നു. എന്നാൽ 2ാം ടെസ്റ്റിൽ നമുക്കറിയാം, KL രാഹുലിനും നിതീഷ് കുമാർ റെഡ്ഡിക്കും മാത്രമാണ് തിളങ്ങാൻ പറ്റിയത്. അതുകൊണ്ട് 2ാം ടെസ്റ്റിൽ പരാജയപ്പെട്ടതിന് ശേഷം വീണ്ടും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, 2ാം ടെസ്റ്റ് കളിച്ച രവിചന്ദ്രൻ അശ്വിൻ, ഹർഷിത് റാണ എന്നിവർക്കാണ് സ്ഥാനം നഷ്ടപ്പെട്ടത്. 3ാം ടെസ്റ്റിൽ അവർക്ക് പകരം കളിച്ചത് രവീന്ദ്ര ജഡേജയും ആകാശ് ദീപുമാണ്. നമുക്കറിയാം, ആകാശ് ദീപ് താരതമ്യേന മെച്ചപ്പെട്ട ബൗളിങ്ങാണ് കാഴ്ചവെച്ചത്. അതേസമയം രവീന്ദ്ര ജഡേജയ്ക്ക് അത്ര മെച്ചമുള്ള ബോളിങ്ങൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് വിക്കറ്റുകളൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷേ ബാറ്റിങ്ങിൽ തിളങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 3ാമത്തെ ടെസ്റ്റ് കഴിഞ്ഞ് ഇനി 4ാമത്തെ ടെസ്റ്റിലേക്ക് വരുമ്പോൾ വീണ്ടും മാറ്റങ്ങൾ വരും എന്നാണ് പല മാധ്യമങ്ങളും ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 2 ടെസ്റ്റിലും തിളങ്ങാൻ പറ്റാതിരുന്ന ശുഭ്മാൻ ഗിൽ, പിന്നെ അതുപോലെ കഴിഞ്ഞ ടെസ്റ്റിൽ ബൗളിങ്ങിൽ വല്ലാതെ തിളങ്ങാതിരുന്ന നിതീഷ് കുമാർ റെഡ്ഡി, അതുപോലെ രവീന്ദ്ര ജഡേജ, ഇവർക്ക് 3 പേർക്കും സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് മാധ്യമങ്ങളൊക്കെ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ളത്. പകരം ശുഭ്മാൻ ഗില്ലിന് പകരം ധ്രുവ് ജുറേലോ സർഫ്രാസ് ഖാനോ, അതേപോലെ നിതീഷ് കുമാർ റെഡ്ഡിക്കും രവീന്ദ്ര ജഡേജയ്ക്കും പകരം വാഷിങ്ടൺ സുന്ദറൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
പക്ഷേ കഴിഞ്ഞ ടെസ്റ്റിൽ രവീന്ദ്ര ജഡേജ ബാറ്റിങ്ങിൽ തിളങ്ങിയത് കൊണ്ട് ഓൾറൗണ്ടറുടെ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടാനും സാധ്യതയുണ്ട്. ഏതായാലും ഈ പറഞ്ഞതിൽ 3 പേരിൽ, അതായത് ശുഭ്മാൻ ഗിൽ, രവീന്ദ്ര ജഡേജ, നിതീഷ് കുമാർ റെഡ്ഡി, ഈ 3 പേരിൽ 1, 2, 3 പേർക്ക് സ്ഥാനം ഈ ടെസ്റ്റിൽ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിനെ കുറിച്ച് അപ്ഡേറ്റിൽ പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക് യു.